എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിൻ്റെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കുക. ഇതാണിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ കേട്ടോ. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ രേണുസുധിയുടെ ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. രേണുവിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ലേഡിയുടെ അടുത്തേക്ക് വെള്ളം കോരി ഒഴിക്കുക. പക്ഷേ ശരീരത്തിലൊന്നും വീണിട്ടില്ല, ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അവർ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ വായിച്ച് രേണുവിനെ കേൾപ്പിക്കുകയാണ്. ആ ഒരു കമൻറ്റിനെ കുറിച്ചിട്ട് രേണു റിയാക്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ കമൻറ്റ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെയാണ്. അതെന്താ ഒന്നുകൂടെ പറഞ്ഞു? ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ. നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്ത കാലിൽ തലയെ കൂടാണ് ഞാൻ നിർത്ത്. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയി. എന്നാ വൃത്തികെട്ട കാര്യം. നീ കട്ട് ചെയ്തേക്ക്, മതി, നിർത്തിക്കോ, എനിക്ക് മതി. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ഒന്നുമില്ല മോളെ, നിർത്ത്. ഇത്ര കമന്റ്സ് ആണ് നീ ചോദിക്കുന്നത്. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അടി കിട്ടുന്നതിന് കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. അങ്ങനെ കുറെ ഉണ്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അതൊന്നും കയ്യിരുന്നാൽ മതി, ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് എടുക്കാൻ വേണ്ട. നിർത്തിയൊക്കെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോ സമാധാനം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. അതിന്റെ അർത്ഥം നിനക്കറിയോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കിച്ചുവിന്റെ ഏജ് അല്ലേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത്? ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചിട്ട് റേസ് ആവേണ്ട ആവശ്യമില്ല. കമന്റ് ഒക്കെയാണോ ഇവിടെ ഒരു കാണിക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ നിർത്തല്ല, ഞാൻ എന്നിട്ട് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ടുവിടല്ലേ, ഞാൻ ഊബർ വിളിച്ചു പോകാം. തുറക്കടാ ഇത്. ചേട്ടാ, കയ്യിൽ പല്ലി തൂങ്ങി കിടക്കുന്നു, തട്ടിക്കട. പല്ലി അല്ലടാ, രേണുസുധി ആയിരിക്കും തൂങ്ങി കിടക്കും. ആ കമൻറ്റ് വളരെ മോശപ്പെട്ട കമൻറ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടിട്ട് നമ്മളിങ്ങനെ മുഖത്ത് കൈവച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവയ്ക്കുക, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു ചാനലിന് ആ ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, ബിഗ് ബോസിൽ വന്ന ശേഷം ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ ശാരിക KB പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്. ഏകദേശ ധാരണയൊക്കെ കൊടുക്കും. അതിനുശേഷം പരസ്പര ഐക്യത്തോടു കൂടിയാണ് ഇവർ ഇങ്ങനെ ഇതുപോലുള്ള ഇൻ്റർവ്യൂകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെയും സംഭവിച്ചത്, അല്ലാണ്ട് ഇങ്ങനെ ചെയ്തതല്ല. പിന്നീടെന്ന് വെച്ചാൽ മറ്റൊരു കമൻറ്റാണ്, അതും ഈ ഒരു കമൻറ്റും കണ്ടു നോക്കണം കേട്ടോ. ഇത് രണ്ടും ഷോർട്സ് അവരുടെ ചാനലിൽ തന്നെ കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു ചോദ്യത്തിന് മുന്നിലാണ് വെള്ളം ഒഴിക്കുന്നതായിട്ട് കാണിച്ചത്. അതേസമയം അടുത്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കൂ. കളി നിർത്താത്ത ടീംസ് ആണ്. ഇപ്പോ പറഞ്ഞിട്ട് നിങ്ങൾ താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ്. ഇപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ? താങ്ങൂല, ചേച്ചിക്ക് താങ്ങൂല, കളി നിർത്താത്ത ടീംസ് ആണ് അവര്. നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്ത കാലിൽ തലയെ കൂടാണ് ഞാൻ നിർത്ത്. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയിപ്പോയി. എന്നാ വൃത്തികെട്ടതാടി. നീ ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിന്റെ പ്രായമുണ്ട്, നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കുറെ നേരമായി ഇവിടെ ഇരുത്തിയിട്ട് കിടന്ന്. കട്ട് ചെയ്തേക്ക്, മതി. അല്ല, ഞാൻ ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചിട്ട് റേസ് ആവേണ്ട ആവശ്യമില്ല. അതില് ഈ കമന്റ് ഒക്കെയാണോ ഇവിടെ ഒരു കാണിക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. അതിന്റെ അർത്ഥം നിനക്കറിയോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കിച്ചുവിന്റെ ഏജ് അല്ലേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത്? അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല, കാരണം എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിക്കായിരുന്നത്. വെള്ളം വേണ്ടത് ഗ്ലാസ് ഞാൻ എടുത്ത് കൊണ്ടുപോക്കോ. കാലേ തന്നെ കൊള്ളു, എന്റെ കാലേ തന്നെ. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല. നിർത്തിക്കോ, എനിക്ക് മതി. നിർത്തിക്കോ. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ഒന്നുമില്ല മോളെ, നിർത്ത്. ഇത്ര കമന്റ്സ് ആണ് നീ ചോദിക്കുന്നത്. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അടി കിട്ടുന്നതിന് കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. കമന്റ്സ്
അങ്ങനെ കുറെ ഉണ്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അതൊന്നും കയ്യിലിരുന്നാൽ മതി, ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് എടുക്കാൻ വേണ്ട, അത് നിർത്തിയേക്ക്. നിങ്ങൾ നിർത്തല്ല ഞാൻ എന്നിട്ട് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ട് വിടല്ലേ, ഞാൻ ഊബർ വിളിച്ച് പോകാം. തുറക്കടാ ഇത്. ചേച്ചി നിങ്ങൾ ഈ ഒരു വീഡിയോക്കാണ് ദേ ഇപ്പൊ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട് തുടങ്ങുന്നതും സംസാരിക്കുന്നതും. ശരിക്കും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ചെയ്ത് ഇടുന്നത്. ശരിക്കും ഇതിൽ ഏത് വാക്കിനാണ് രേണു ഇങ്ങനെ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ച വീഡിയോ ഇല്ലേ, ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി, ആ വീഡിയോയുടെ ആ ഒരു ചോദ്യത്തിന് മുന്നിലാണേ. അപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂകളൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ സംഭവങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. കാണുന്നവരൊക്കെ അതിനെ അന്ധമായിട്ട് വിശ്വസിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ഇനിയെങ്കിലുമുള്ള ജനങ്ങൾ മനസ്സിലാക്കുക. പിന്നെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി ഇപ്പോൾ ബഹ്റിനിലാണ് പോയത്, നന്നായിരിക്കട്ടെ, പോയി നന്നായിട്ട് കാശൊക്കെ സമ്പാദിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, അതാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ നല്ല വഴിയിൽ സഞ്ചരിച്ച് കാശൊക്കെ ഉണ്ടാക്കി അവർ ഉയരങ്ങളിൽ എത്തട്ടെ എന്നേ പറയുന്നുള്ളൂ. നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് പറയും, മോശം കാണിച്ചാൽ തീർച്ചയായും മോശം എന്ന് തന്നെ പറയും. ഈ പറയുന്ന രേണുവിനെ കുറ്റം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ കുട്ടിയെ കുറ്റം പറഞ്ഞതുകൊണ്ട്, ഈ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ ഇഷ്ടമല്ലാതായി, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ചാനൽ കാണുന്നത് നിർത്തി എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാനൊരു കമൻറ്റ് ബോക്സിൽ എൻ്റെ മറുപടി കൊടുത്തതാണ്. പക്ഷേ ഇതേ അഭിപ്രായമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ്. അൺസബ് ചെയ്ത് പോകുക എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ രേണുസുതിയെ കുറ്റം പറഞ്ഞത് കൊണ്ട് മാത്രം അൺസബ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരെ ഞാൻ കയറി തടഞ്ഞു വെക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അത് നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളുടെ വീഡിയോ ഒക്കെ കാണും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മളൊരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൊള്ളുന്നു, അതിൻ്റെ പേരിൽ നിങ്ങൾ നമ്മളെ ചാനൽ തന്നെ അൺസബ് ചെയ്ത് പോവാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളെ തടഞ്ഞു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, എൻ്റെ ജോലിയാണിത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളത്. അവിടെ രേണുസുതി ഇട്ട വസ്ത്രം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രേണുസുതി ഇട്ട വസ്ത്രം ഒരുപാട് പേരിട്ട് കാണാറുണ്ട്. ഇപ്പോഴുള്ള പെൺപിള്ളേരെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടി ഉടുപ്പാണ്, വയറ് കാണുന്ന മോഡലിലുള്ള ഉടുപ്പാണ് ധരിക്കുന്നത്, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്, ഷോർട്ട് ടോപ്പുകൾ. അപ്പോൾ ഇവിടെ രേണുസുതി ചെയ്തെന്താണ്, നമ്മൾ ഈ തരത്തിലുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളൊക്കെ ഒരുപാട് ധരിച്ച് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ സെലിബ്രിറ്റികൾ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ വരെ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രേണുസുതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റികളും മറ്റുള്ളവരും ധരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ രേണുസുതി ചെയ്യുന്നത് വളരെ വൾഗാരിറ്റിയോടുകൂടി പൊക്കിൾ കൊടിക്ക് താഴെ വെച്ചിട്ട്, ഒരുപാട് താഴെ വെച്ചിട്ട് ആ ഒരു പൊക്കിളും അരക്കെട്ടും ഒക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു സ്ത്രീ ഇത് ധരിക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പോൾ അതിനെ കയറി വേദനിച്ചിട്ട് എന്നെ അൺസബ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിക്കോ, അതുകൊണ്ടൊന്നും എനിക്ക് നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. ഒരാൾ നമ്മളിൽ നിന്നും വിട്ടു പോകുമ്പോൾ മറ്റ് 10 പേര് നമ്മളിലേക്ക് അടുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.